പോലീസ് ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണത്തിനും ഡ്യൂട്ടിക്കുമിടെ അവർ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങളുടെ കഥ പറയുന്ന സിനിമയായിരുന്നു റോന്ത് എന്ന മലയാള ചലച്ചിത്രം. ഈ സിനിമയിൽ രാത്രി പട്രോളിങ്ങിന് ഇറങ്ങുന്ന പോലീസ് സബ് ഇൻസ്പെക്ടർ ദിലീഷ് പോത്തൻ, CPO റോഷൻ വർഗീസ് എന്നിവർ മദ്യലഹരിയിലായ പള്ളിയിലച്ചനെ പിടികൂടുന്ന രസകരമായ ഒരു രംഗമുണ്ട്. വൈദികന്റെ ലോഹയണിഞ്ഞ് എത്തിയ പള്ളിയിലച്ചനാണ് പിടിയിലാകുന്നത്. ഇദ്ദേഹത്തിൽ നിന്നടക്കം കൈക്കൂലി വാങ്ങി മടങ്ങുന്ന പോലീസ് ഉദ്യോഗസ്ഥർ പ്രേക്ഷകരുടെ ചിരിക്ക് പാത്രമായിരുന്നു. നമസ്കാരം, ഇൻസൈഡറിലേക്ക് സ്വാഗതം. ഒറിജിനലായി ഒരു പള്ളിയിലച്ചൻ മദ്യലഹരിയിൽ പോലീസിന്റെ പിടിയിലായാലോ? ഇത്തരത്തിലൊരു സംഭവമാണ് ഇന്ന് ഇൻസൈഡർ പരിശോധിക്കുന്നത്. വിവാദമായ തൊടുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകൻ പ്രൊഫസർ TJ ജോസഫിനെതിരെ ആ ക്രൂരകൃത്യത്തിന് ശേഷം ലേഖനമെഴുതി കുപ്രസിദ്ധനായ കത്തോലിക്ക വൈദികനാണ് ഫാദർ നോബിൾ തോമസ്. ഇദ്ദേഹം മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് പോലീസിന്റെ പിടിയിലായി എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സീറോ മലബാർ സഭയുടെ മാനന്തവാടി രൂപത മുൻ PRO നോബിൾ പാറക്കലിനെതിരെ കഴിഞ്ഞ മാസം 11-നാണ് വയനാട് തിരുനെല്ലി പോലീസ് ക്രൈം നമ്പർ 477/2025 BNS ആക്ടിലെ 281 വകുപ്പ് പ്രകാരവും മോട്ടോർ വെഹിക്കിൾ ആക്ട് 155 എന്നീ വകുപ്പുകൾ പ്രകാരവും കേസെടുത്തത്. തനിക്കെതിരെ പോലീസ് കേസെടുത്തത് സത്യമാണെന്നും എന്നാൽ മദ്യപിച്ചിരുന്നില്ല എന്നുമാണ് ഫാദർ നോബിളിന്റെ വിചിത്രമായ നിലപാട്. കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ മദ്യപാനവും മയക്കുമരുന്ന് ഉപയോഗവും വർദ്ധിക്കുന്നതിനെതിരെ കത്തോലിക്ക സഭ കടുത്ത നിലപാടുകൾ സ്വീകരിച്ചിരിക്കുമ്പോഴാണ് ഒരു വൈദികൻ തന്നെ അമിതമായി മദ്യപിച്ച് കാർ ഓടിച്ചതിന് പിടിയിലാകുന്നത്. ഈ സംഭവം സഭയ്ക്ക് വൻ നാണക്കേടായി മാറിയിട്ടുണ്ട്. മദ്യപിച്ച് കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടാൽ എക്സൈസ് കമ്മീഷണറെ കൂട്ടുപ്രതിയാക്കണമെന്ന് KCBCയുടെ ജാഗ്രതാ സമിതി നിലപാട് സ്വീകരിച്ചിട്ട് അധിക നാളൊന്നും ആയിട്ടില്ല. നോബിൾ പാറക്കലിന്റെ കേസിൽ എക്സൈസ് കമ്മീഷണറെ കൂടി പ്രതിയാക്കണമെന്ന് സഭ ആവശ്യപ്പെടുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. സ്കൂൾ വിദ്യാർത്ഥികൾ പോലും മദ്യത്തിന് അടിമപ്പെടുകയും സ്ത്രീകൾക്ക് എതിരെയുള്ള അക്രമങ്ങൾ വർദ്ധിച്ചു വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ മദ്യത്തിന്റെ സ്വാധീനത്തിൽ നിർവഹിക്കപ്പെടുന്ന കുറ്റകൃത്യങ്ങളിൽ സംസ്ഥാന എക്സൈസ് കമ്മീഷണറെ കൂട്ടുപ്രതിയായി കണക്കാക്കി കേസെടുക്കണം. സംസ്ഥാനത്ത് മദ്യോപയോഗം വർദ്ധിക്കുന്നതിന് ഉത്തരവാദി സർക്കാരാണ്. 2018 ഏപ്രിൽ 24-ന് KCBC ജാഗ്രതാ സമിതി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലെ ആവശ്യവും ആ വരികളും ഇതായിരുന്നു. പുരോഹിതർ മദ്യപിച്ച് വണ്ടി ഓടിച്ച കുറ്റത്തിലും ജാഗ്രതാ സമിതിക്ക് ഇതേ നിലപാടാകുമോ എന്ന് അറിയില്ല. മനുഷ്യജീവന് അപകടകരമായ വിധത്തിൽ KL 72D 5931 എന്ന വാഹനം ഓടിച്ച് വരുന്നതിനിടയിലാണ് രാത്രി 12:30-ഓടെ ഇയാൾ പോലീസിന്റെ പിടിയിലായത്. തിരുനെല്ലി പോലീസിന്റെ പിടിയിലാകുമ്പോൾ ആൽക്കോമീറ്റർ ഉപയോഗിച്ച് നടത്തിയ രക്തത്തിലെ മദ്യത്തിന്റെ പരിശോധനയിൽ മദ്യത്തിന്റെ അളവ് രക്തത്തിൽ 173 മില്ലിഗ്രാം ആയിരുന്നു എന്ന് കണ്ടെത്തി. വാഹനം ഓടിക്കുന്ന ഒരാൾക്ക് നിയമപരമായി അനുവദനീയമായ മദ്യത്തിന്റെ അളവിനേക്കാൾ വളരെ കൂടുതലായിരുന്നു എന്നാണ് FIR-ൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാനന്തവാടി രൂപതയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ CEO ആണ് നിലവിൽ ഫാദർ നോബിൾ പാറക്കൽ. മാനന്തവാടി രൂപതയിലെ അധ്യാപികയായിരുന്ന സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കെതിരെ അപവാദ പ്രചരണം നടത്തിയതിന് നോബിൾ പാറക്കലിനെ 1-ാം പ്രതിയാക്കി 2019 ഓഗസ്റ്റിൽ വെള്ളമുണ്ട പോലീസ് കേസെടുത്തിരുന്നു. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ അപവാദ പ്രചരണം നടത്തി, അപകീർത്തികരമായ വ്യാജ പ്രചാരണം നടത്തി എന്നീ കുറ്റങ്ങളാണ് ഈ കേസിൽ ഫാദർ നോബിൾ പാറക്കലിനെതിരായി അന്ന് പോലീസ് ചുമത്തിയത്. അതിൽ കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം എടുത്താണ് അറസ്റ്റ് ഒഴിവാക്കിയത്. കഴിഞ്ഞ വർഷം നവംബറിൽ കോട്ടയം കാരിത്താസ് ആശുപത്രിയുടെ ജോയിന്റ് ഡയറക്ടർ ഓപ്പറേഷൻസ് ആയിരുന്ന ഫാദർ ജോയ്സ് നന്ദിക്കുന്നേൽ മദ്യപിച്ച് കാർ ഓടിച്ച് പെരുമ്പാവൂരിൽ അപകടമുണ്ടാക്കിയിരുന്നു. ജ്ഞാനായ കത്തോലിക്ക സഭയിലെ വൈദികനാണ് ജോയ്സ് നന്ദിക്കുന്നേൽ. ബൈക്ക് യാത്രക്കാരനെ ഇടിച്ചു തെറിപ്പിച്ച ശേഷം ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് നിർത്തുകയായിരുന്നു. കാറിനുള്ളിൽ നിന്ന് മദ്യക്കുപ്പി കണ്ടെടുത്ത് നാട്ടുകാർ ഇയാളെ പോലീസിൽ ഏൽപ്പിച്ചെങ്കിലും കേസെടുക്കാതെ വിട്ടയച്ചുവെന്ന് ആരോപണം പോലീസിനെതിരെ അന്നേ ഉയർന്നിരുന്നു. ഡ്രഗ്സിനോട് നോ പറയാൻ ഓരോ തരത്തിലുള്ള പ്രചാരണങ്ങളിൽ എക്സൈസ് വകുപ്പുകളും വിവിധ സമുദായ സംഘടനകളും നടത്തി വരുന്നതിനിടയിലാണ് ഇത്തരം പ്രചാരണങ്ങൾക്കും അല്ലെങ്കിൽ ഇത്തരം ബോധവൽക്കരണ പരിപാടികൾക്കും നേതൃത്വം നൽകേണ്ട പ്രധാനപ്പെട്ട പുരോഹിതന്മാർ തന്നെ ഇത്തരം കേസുകളിൽ നേരിട്ട് പ്രതികളാകുന്നത്. കാലം പോകുന്ന പോക്കെ ഏതായാലും ഭാവി എന്താകുമെന്ന് കണ്ടു തന്നെ അറിയണം.